കൊള്ളാവേ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. പ്രസ്റ്റീജിൻ്റെയാണ്. നല്ല സാധനമാണ്. അപ്പം ഞാനത് തുറന്ന് കാണിച്ചു തരാം. പച്ചക്കറി തോരനൊക്കെ അരിയാൻ എനിക്ക് എല്ലാ ജോലിയും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുത്തി അരിഞ്ഞുകൊണ്ടിരിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് നടക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചോപ്പർ അങ്ങ് മേടിച്ചു. അതുകൊണ്ട് ഇതാണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് കൊള്ളാം. തോരനുമൊക്കെ പെട്ടെന്ന് അരിയാൻ പറ്റും. കുത്തി അരിഞ്ഞിരിക്കണ്ട. ഇതിലോട്ട് ഒന്ന് കഷ്ണിച്ചിട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്നാവും. ഇതിൻ്റെ ബ്ലേഡാണിത്. ഇതിപ്പം മിക്കവർക്കും അറിയായിരിക്കും. ഞാനിത് ആദ്യമായിട്ട് മേടിക്കുന്നതുകൊണ്ടൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഒരു വീഡിയോയും ആവുമല്ലോ, അതുകൊണ്ട് ഞാൻ കാണിക്കുകയാണ്. ഇപ്പം എല്ലാ വീട്ടിലും ഉള്ള സാധനമാണിത്. അങ്ങനെ ഞാൻ ഇവിടെ ക്യാരറ്റും ക്യാബേജും ഒക്കെ ഒന്ന് ചെറുതായിട്ട് കഷ്ണിച്ച് ഇതിലിട്ട് കൊടുത്ത് കാണിക്കാവേ. അപ്പോൾ ഒരു തോരനുള്ളത് ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. സവാള, ഒരു പച്ചമുളക് രണ്ടായിട്ട് ഞാൻ മുറിച്ചിട്ട്, ആദ്യമായിട്ട് ഇടുകയില്ലേ, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. സവാള, ക്യാരറ്റ്, ക്യാബേജ്, ഒരു പച്ചമുളക് കൂടി ഇട്ടിട്ട്, അതുകൊണ്ട് ഇത് വലിക്കുന്ന ടൈപ്പാണ്. ഇത് അവർ പറയുന്ന ഒരു 20 വട്ടം ഇങ്ങനെ ശക്തിയായിട്ട് വലിക്കണമെന്നാണ്. അപ്പോൾ നമുക്ക് നല്ലോണക്ക് അരിഞ്ഞ് കിട്ടും. എനിക്ക് ഇവിടെ നല്ലോണക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തോരൻ്റെ പരുവത്തിന് കിട്ടും. അരയത്തില്ല, നല്ല കൊത്തി അരിഞ്ഞ പോലെ തന്നെ കിട്ടും. കണ്ട, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങയും തിരികിയിട്ട് നമുക്ക് തോരൻ വെക്കാം. വളരെ പെട്ടെന്ന് ഉപയോഗിക്കാം. നല്ലതാണ്. എല്ലാ വീട്ടമ്മമാർക്കും ഉപയോഗപ്പെടുന്ന സാധനമാണ്. അപ്പോൾ എൻ്റെ ചോപ്പർ തന്നെ കൊള്ളാമല്ലേ.